ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ നിന്നും കടത്തിയതാകട്ടെ കിലോ കണക്കിന് സ്വർണം. നടക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിക്ക്. ശബരിമലയിൽ നിന്നും മോഷ്ടിച്ചത് കിലോ കണക്കിന് സ്വർണം. ദ്വാരപാലക ശില്പം, വാതിലുകൾ, കൊടിമരം എന്നിവയിൽ സ്വർണം കടത്തി. CPM നേതാവും മുൻ ദേവസ്വം പ്രസിഡന്റുമായ PS പ്രശാന്തിന് ഇതെല്ലാം അറിയാമായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 2019 നടന്നതായി തന്നെ പറയുന്ന സ്വർണം തട്ടിപ്പ് മറച്ചുവെക്കൽ 2015 ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നതാണ് ഇപ്പോൾ അവിടെ SIT അവിടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത്, അന്തരിച്ച മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, അതേപോലെ തന്ത്രി കണ്ഠരര് രാജീവ്, അഡ്വക്കേറ്റ് K അജയ് കുമാർ, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ പങ്കജ് ഭണ്ഡാരി അവർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 2 കേസുകളാണ് ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചു വീണ്ടും സ്വർണം പൂശൽ, അതിനായി തന്നെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട 3701 നമ്പർ കേസിലെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഈ കേസിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ട് എന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത് സമർപ്പിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ക്രിമിനൽ കേസുകളിൽ ഒന്നായ ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പാളികൾ അത് അഴിച്ചു വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയ സംഭവത്തിലെ അന്വേഷണം പൂർത്തിയായതായും കുറ്റപത്രം ഉടൻ തന്നെ ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2019 ശബരിമലയിൽ സ്വർണം അവിടെ പൊതിയുന്നതിനായി തന്നെ അല്ലെങ്കിൽ ഇതിനായി തന്നെ നൽകിയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് പ്രത്യേക രാസദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ട് കടത്തിയതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ തുടർന്ന് വളരെ കുറഞ്ഞ അളവിൽ മാത്രം സ്വർണം പൂശി പാളികൾ തിരിച്ചെത്തിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ 40 വർഷത്തെ വാറണ്ടി എന്ന പേരിൽ വ്യാജ രേഖകൾ സൃഷ്ടിച്ചെന്നും, എന്നാൽ കുറഞ്ഞ അളവിൽ സ്വർണം പൂശിയതിനാൽ തന്നെ 1 വർഷം തികയുന്നതിന് മുൻപേ തന്നെ ചെമ്പ് പുറത്തു വന്നതോടുകൂടി തന്നെ പഴയ തട്ടിപ്പ് ഇവിടെ വെളിപ്പെട്ടു എന്ന ഭയത്തിൽ തന്നെ 2025 വീണ്ടും സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റാൻ ശ്രമം നടന്നു എന്നതാണ് ഇവിടെ വലിയൊരു ആരോപണമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും പഴയ തട്ടിപ്പ് മറച്ചുവെക്കാൻ അവിടെ കൂട്ടുനിന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കൂടുതൽ ആളുകളുടെ പങ്കാളിത്തവും അന്വേഷണ പരിധിയിലുണ്ട് എന്നും തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ചുകൊണ്ട് പ്രതിപട്ടിക വികസിപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതുമാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ചില കേന്ദ്രങ്ങളിൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ എത്ര സ്വർണമാണ് നഷ്ടമായതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ കണക്ക് അന്തിമ കുറ്റപത്രത്തിനോടൊപ്പമാണ് കോടതിയിൽ സമർപ്പിക്കുക. ഭക്തർ സമർപ്പിച്ച സ്വർണത്തിൽ നടത്തിയതായി പറയുന്ന തട്ടിപ്പ് അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇവിടെ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജൂലൈ 20-നാണ് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതിന് മുൻപായി തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം നടക്കുന്നത്. കേസിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക നടപടികളും ഉണ്ടായേക്കുമെന്നതും ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.